ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു തോരൻ തയ്യാറാക്കിയാലോ. ഇതാ കുറച്ച് ഒരു 6 ഐറ്റം ചീര ഇലവർഗ്ഗങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളച്ചീര, ചുവന്ന ചീര, കോവലിൻ്റെ ഇല, ഇത് ചീരച്ചേമ്പ്, ഇത് വേലിച്ചീര, ഇത് മത്തൻ്റെ ഇല, മത്തൻ്റെ ഒരു പൂവുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ്. കുറച്ച് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരു തോരൻ തയ്യാറാക്കാം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി ഉള്ള കൂട്ട് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇതിവിടെ തന്നെ ഉണ്ടായ കാന്താരിയാണ്, വെള്ളക്കാന്താരി. നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ഇതാ ചട്ടി ചൂടായി, നമുക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക്. തീയൊന്ന് കുറച്ച് വെച്ചാൽ കരിഞ്ഞു പോകും. നമുക്ക് ഈ ചീര ഇതിലേക്ക് ഇടാം. ഒന്ന് താരട്ടെ. ആവി കയറുമ്പോൾ ഇത് താന്നോളൂ. ഞാൻ അടച്ച് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. തുറന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല. ഒന്ന് വാടി വരട്ടെ. വാടി വന്നിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഉപ്പിടുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോകും. ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിതിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ആവി കയറിയതിന് ശേഷം നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഉണ്ടാകും, നമുക്ക് നോക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ വെന്ത് ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതാ നമ്മുടെ ചീരത്തോരൻ തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഓക്കെ, സീ യു.